അപ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു വാചകമാണ് മലയാളിക്ക് ഓണം ഉണ്ണണമെങ്കിൽ ആന്ധ്രയിൽ അരിയും തമിഴ്നാട്ടിലെ പച്ചക്കറിയും വരാതെ പറ്റൂല എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാനൊന്ന് നോക്കാൻ പോണത് കൊല്ലം കമ്പോളത്തിൽ എത്രത്തോളം പച്ചക്കറികൾ വന്നിറങ്ങി ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. വന്നിറങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ ദിവസങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തതാവില്ല എന്ന് നമുക്ക് മനസ്സിലാവും. നാട്ടിൽ കൃഷി ചെയ്യുന്നതിൻ്റെ ഇരട്ടിയോളം കാര്യങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീടുകളിലും ടെറസിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അതൊന്നും ഇതുപോലെ ബൾക്കായിട്ട് എടുക്കത്തക്ക പര്യാപ്തമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പ്രത്യേകിച്ച് കുറച്ച് ജില്ലകളിലൊക്കെ കൃഷി എന്ന് പറയുന്നത് വളരെ നല്ല രൂപത്തിലുണ്ടെങ്കിലും വളരെ കുറച്ച് ജില്ലകളിൽ നെൽകൃഷിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വന്ന് ടാർപോളിനിടാതിരിക്കണവയൊക്കെ പുതിയതായിട്ട് വന്നിറങ്ങിയ ലോഡുകളുണ്ട്. ഇതുപോലെ ടാർപോളിനിട്ട് കെട്ടി മാറ്റിയിട്ടുള്ളവയൊക്കെ ഓൾറെഡി വന്ന് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ലോഡുകളുമാണ്. ഞാൻ പലപ്പോഴും ഇതുവഴി പോകുമ്പോൾ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വലിയ ലോറിയിൽ അവർ കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ട് പാക്ക് ഇതുപോലെ ടാർപോളിനൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ട് പോകുന്നത് ഞാനിങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നു വന്നപ്പോൾ എത്ര ലോഡ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എത്രത്തോളമാണ് ആവശ്യകതയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് റോഡിൻ്റെ ഒരു സൈഡ് മാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഈ വണ്ടികളിലൊക്കെ കയറിയിരിക്കുന്നത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോ ഷോപ്പുകാർ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ്. ആൾക്കാരും വന്ന് വാങ്ങാറുണ്ട്. ഞാനിവിടെ വാങ്ങാൻ ഇതുവരെ വന്നിട്ടില്ല. വേറൊന്നുമല്ല, കുറച്ച് ദൂരോട്ട് പോകണം, ബസ് സ്റ്റോപ്പിൽ പോകണമെന്നുണ്ട്. അപ്പോൾ ഇത് കൈ പിടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. വണ്ടി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലൊക്കെ എളുപ്പമാണ്. പിന്നെ ഇവിടെ നിന്നൊരു വണ്ടി വിളിച്ചിട്ട് അവിടം വരെ പോകാമെന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം എമൗണ്ട് ആവുകയും ചെയ്യും. അത് ഇത്തിരി ദൂരമേ ഉള്ളൂ താനും. അപ്പോൾ ഈ വണ്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് കിടക്കണം എന്തിനെന്ന് വെച്ചാൽ സാധനം ബില്ലായി വരുന്ന മുറയ്ക്ക് അതിലേക്ക് കയറ്റിക്കൊണ്ട് പോകാനാണ്. ഇനി നമ്മൾ വന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഇതുപോലത്തെ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയും ലോഡ് കണക്കിനുണ്ട്. പിന്നെ ഈ ബാക്കി കിടക്കുന്ന സ്പേസൊക്കെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഫില്ലായിക്കൊണ്ടേയിരിക്കും. ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ഈ റോഡെന്ന് പറയുമ്പം. ഇനി നമുക്ക് കമ്പോളത്തിലെ സ്ഥിതി എന്താണെന്നൊന്ന് നോക്കാതെ ഇതിനുള്ളിലോട്ടാണ് കമ്പോളം. ഞാൻ അകത്ത് കയറി വീഡിയോ പിടിക്കുന്നില്ല, കാരണം അത്യാവശ്യം അവിടെ നല്ല തിരക്ക്, വാങ്ങാൻ വന്നവരുടെയൊക്കെ തിരക്കുകളൊക്കെ ഉണ്ട്. പിന്നെ പുതുതായിട്ട് വന്നിറങ്ങിയ ലോഡിൽ നിന്ന് സാധനങ്ങൾ അവിടെ സ്റ്റാഫുകൾ താഴേക്ക് ആയിട്ടിരുന്ന് തിരിഞ്ഞു മാറ്റുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ വീഡിയോ പിടിക്കാൻ ചെന്നിട്ട് അവരുടെ അടുത്ത് യൂട്യൂബ് ചെയ്താന്നൊക്കെ ചോദിക്കണം. അപ്പാട് സബ്സ്ക്രൈബേഴ്സും വാങ്ങാണ്ടിയൊന്നും ഇല്ലാത്ത ഞാൻ അവിടെ നിന്ന് ചമ്മണം എന്തിനാ. അതുകൊണ്ട് ഞാൻ ആ കാഴ്ചയ്ക്ക് പോകുന്നില്ല, ആ പരിപാടിക്ക് പോകണില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് കൊല്ലം കമ്പോളത്തിനടുത്തുള്ള ഒരു വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഇത് തിരുവിതാംകൂർ രാജാക്കന്മാരിവിടെ ഭരിച്ചിരുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടം ഇവിടെ നിൽപ്പുണ്ട്. കെട്ടിടം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സുരക്ഷിതമായിട്ടിവിടെ നിൽപ്പുണ്ട്. ഇതിൽ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരുടെയൊക്കെയോ വിശ്രമ സ്ഥലമായിട്ടൊക്കെയാണ് പ്രവർത്തിക്കുകയാണെന്നാണ് തോന്നുന്നത്. അവരുടെ അഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഏതൊക്കെയോ സിനിമകൾ ഇതേ കണക്ക് കളറൊക്കെയുള്ള കെട്ടിടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തോന്നണില്ലേ? എന്തോ നമ്മൾ കണ്ടിട്ടുള്ള മാതിരി ഒരു അടയാളം പോലെ തോന്നുന്നുണ്ട്. വല്ല സിനിമയിലൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഈ കെട്ടിടത്തിൻ്റെ പ്രത്യേകിച്ച് എന്ത് പേര് പറയുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എപ്പോഴെങ്കിലും ആരോടെങ്കിലുമൊക്കെ തിരക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അത് പറയുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ആ പുരാതനമായ ശൈലിയിലുള്ള അവർ കെട്ടിടം അതുപോലെ തന്നെ ഇപ്പോഴും സംരക്ഷിച്ച് പോന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എപ്പോഴോ ഇങ്ങനെ പത്രത്തിൽ ഇവിടെയോ വന്നത് ഞാനിങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നു. ശോഷണാവസ്ഥയിലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പുറമേ കാണുന്ന പോലെ ആയിരിക്കില്ല അകത്തെ അവസ്ഥയെന്ന് എനിക്ക് തോന്നുന്നു. പുറമേ നോക്കുമ്പം കെട്ടിടം അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കണുണ്ട്. പിന്നെ ഈ കെട്ടിടത്തോട് ചേർന്ന് ഒരു എന്തുവാ പണ്ടത്തെ വീടിൻ്റെയൊക്കെ പോലത്തെ ഒരു പടിപ്പുര പോലത്തെ ഒരു സംഭവമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് വീഡിയോ പിടിച്ച് നമ്മളിങ്ങനെ കറങ്ങി നടന്നു വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെളിയിലൊക്കെയുള്ള ചില കാഴ്ചകളും കൂടി ഇതിനകത്ത് കയറി വരുന്നത്. അപ്പോൾ ആ പണ്ടത്തെ കാലത്തെ പടിപ്പുരയും പിന്നെ അതിനോട് ചേർന്ന് വേറെ ഒരു ചെറിയ ഒരു എന്തോ പോലൊന്ന് ഇറക്ക് പോലെ ഉണ്ട്. അവിടെ രണ്ട് സ്ഥലവും ശോഷണാവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ ആ കാഴ്ചയ്ക്ക് ഞാൻ ഗേറ്റിൽ കൂടെ ഈ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് ശോഷണാവസ്ഥയിലാണെന്നും. അത് കഴിഞ്ഞാണ് ആ കെട്ടിടം കണ്ടത്. ഇപ്പോഴത്തെ പാർക്കിങ്ങിന് അതും അത്യാവശ്യം ശോഷിച്ച അവസ്ഥയിലാണ്. ഇനി നമുക്ക് കെട്ടിടം ഒന്ന് നോക്കാം. ഈ ഗേറ്റിലോട്ട് ചേർന്ന് നിന്നിട്ടേ അതിന് അത്യാവശ്യം കുഴപ്പമൊന്നും പുറമേ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ ഏതൊക്കെയോ സിനിമയിലോ സീരിയലൊക്കെ രംഗങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അപ്പം ഇത്രയും കാഴ്ചകളാണ്. അപ്പം മനസ്സിലായില്ലേ നമുക്ക് പച്ചക്കറിയൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന്?